ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനാമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്രാംബുജത്തിൽ നിത്യവും ധ്യാനിച്ചു തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ആത്മനാ കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊൾഗാനന്ദമൂർത്തിയെ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞതു കേട്ടതീ ക്രോധം മുഴുത്തു ദശാസിനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊൾക നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തുങ്ക ശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരമിരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരാവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു. വൻപുള്ള രാക്ഷസനേവനിവൻ പറ കമ്പരത്തോളമുയരമുണ്ടത്ഭുതം. യുദ്ധം രഘൂത്തമൻ ചോദിച്ചളവതീനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവാകുലാന്തകൻ നിദ്രാവശാനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവൽഭക്തിമാൻ പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവാൻ എന്നു ഞാൻ ആദരപൂർവമാവോളമപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പല കാലം മൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമാൻ എത്രയും. നാരായണപ്രിയാൻ എത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട ഭീവാദ്യവും ചെയ്തതീ ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ 10,100,000 കൊന്നാനരക്ഷണാൽ. മർക്കട രാജാനതു കണ്ടൊരു മല കൈകൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനൻ ശൂലമെടുത്തതു കൊണ്ടതീ വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിന ആലസ്യമാശു തീർന്നിടുവാനാദരാൽ.
മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞുൾക്കട രോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോനാനതിദ്രുതം. ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയുപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമെയ്താശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റാമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമേതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവും അന്നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ അപ്സരോ വൃന്ദവും കിന്നരാചാരണ കിംപുരുഷന്മാരും പന്നഗതാപസ ദേവാസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിന ചിൽപുരുഷം പുരുഷോത്തമാമദ്വയം. പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിന ചിൽപുരുഷം പുരുഷോത്തമാമദ്വയം. പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമാമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം. പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമമാത്മാ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ. ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ. തത്സ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും. ചിത്പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ. ത്വൽകഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം. ത്വൽപൂജയും ചെയ്തു നാമങ്ങളുച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം
നിൻചരീതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമ രമാപതേ. പാതിയും പോയിതു ഭൂഭാരം ഇന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനീനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ വീര ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ. രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ അന്നേരം. അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെത്തതാ. ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസ്സുമുന്നതനായോരധികായ വീരനും. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും. മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിടും നിശാചര വീരന്മാർ. 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്തു കാരണം, ഞങ്ങൾ ചെന്നൊക്കേരി പൂക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹനഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരെൺവരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള. വന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ. കൊല്ലുന്നിതാശു കവീവരന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ. വാരണവാജീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസ വീരരും. വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടു മടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിര പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ. അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരീഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സു മണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അംഗദൻ. ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശിരസ്സിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനന്നേരം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനുന്മത്തനും മരിച്ചാർ കപി എതിർത്തതി സത്വരം. വിശ്വൈക വീരനധികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ. ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞനത്യർത്ഥമുദ്ധത ചിത്തനായി. യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ. നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നെടുക്കും വിധോ തൽക്ഷണേ പ്രത്യമുഖങ്ങളായി വീണുപോ. ചിന്താമുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം. മാരുതദേവനും മാനുഷനായി വന്നു സാരന സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതോ കൊണ്ടിവനിൽ ഏൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനൻ തന്നെയും.
കൊന്നുപാലിക്കും ജഗത്രയം രാഘവാനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്നിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം. ഭൂമൗ പതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം. രാമാന്തികെ വെച്ചു കൈതൊഴുതിടിനാരാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. രാവണനോടറിയിച്ചാരവസ്ഥകൾ ഹാ വിധി എന്നലറി ദശകണ്ഠനും. ഇന്ദ്രജിത് വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനിതു നല്ലതു ശങ്കരാദൈവമേ, എന്തിനീ നല്ലതു ശങ്കരാദൈവമേ. യുദ്ധം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തരം തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരി ചിത്തും നികുംഭില പുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം. ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപ പുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചതാ ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം. ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാനവിദ്യയും ലബ്ധ നിരാകുലം. ഹോമസമാപ്തി വരുത്തിപ്പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ. പോർക്കളം പുക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്താത്തടുത്തിടിനാർ. മേഘജാലം പരീക്ഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകിത്തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണാവാജി പദാധിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കവർ കന്തം വരുന്നതു കണ്ടൊരു രാവണി. സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമർക്കടന്മാരുടെ മെയ്യിൽ വന്ന 50 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. 50 ബാണം വിവീതനേറ്റു പുനരൊമ്പതു മൈന്ദനു 5 ഗജന്മേലും. 90 ബാണം നളനും തറച്ചിത വണ്ണമേറ്റു ഗന്ധമാദനൻ മെയ്യിലും. 29 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവൻ മെയ്യിലും. 6 പനസനും 7 വിനതൻ 6 സുഷേണനും 8 കുമുദനും. 6 ബാണം ഋഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്കും 9 ധൂമ്രനും 10 8 പ്രമാധിക്കുമേറ്റിതു. 10 പുനി 25 ഏറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടു ദധിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവായനും 5 ശരഭനും 3 4 സുമുഖനും. ദുർമുഖാനേറ്റിതി 24 അമ്പു സമ്മാനമായ 60 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടെ 50 അഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കപികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തനം. ആവതില്ലേതുമിതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരുമെയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായുതു. ലോകവും ഗൗണപാദീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ ലേഖാസമൂഹവും മാഴ്കി ഗതാശയ. ഔഷധാഹരണ യാത്ര.
കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ. പോർക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നത് പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിയിലാരെന്നു നോക്കുവാൻ. ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലൊന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ പിന്നെയും. പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതാൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു. കണ്ണു മിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണു മിഴിച്ചുകൂടാരുധീരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ അവതെല്ലാം തിരയണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തെടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ത് സുഗ്രീവാംഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെക്കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയെ. പോകവേണം നീ ഹിമവാനയം കടന്നാകുല മറ്റു കൈലാസശൈലത്തോളം. കൈലാസസന്നിധി ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിയുക നീ. നാലുണ്ടു ദിവ്യൌഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ, പിമ്പുസന്താനകരണി മൂന്നാമതും, നല്ല സുവർണകരണി നാലാമതും. ചൊല്ലുവൻ ഞാൻ മൃത സഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനുള്ളും പ്രഭയുണ്ടു നാലിനും ഭേദസ്വരൂപങ്ങളെന്നും അറിയുക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാദരാൽ ആരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതാനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവീനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം. മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. കാലനേമി രാവണ സംവാദം. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുത വേഗേന പോയതറിഞ്ഞോരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ ഭാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവിവശനായി മുഹൂർത്തമിരുന്നള വന്ദഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമിഗ്രഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലം
നേമി തന്നോട് ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്തമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചുകൊള്ളുവാൻ മാരുതനന്ദനാൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടോ. താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലാവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താപസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ ലങ്കേശ്വര, സാമമെന്നുടെ വാക്കുകൾ കേണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിനിക്കാലം എന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മടിപ്പാൻ മനതാരിലെനിക്കതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെക്കൊണ്ടും. ഹന്താജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ. സീതയെ രാമനു കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും വാഴുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യൂഷശുദ്ധ്യായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു. സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടു കണ്ടാത്മനാത്മനാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവരാജംഗമജാതികളായുള്ള ദേവദിര്യങ് ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മ സ്തംഭപര്യന്തമായെന്തോന്നു താൽപ്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും സൽഗുരുവുമായതെന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് അനേകാധ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേതകൃഷ്ണാദിമയങ്ങളും ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ. തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹമായ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചുമായ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യപ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാനത്വാ നിരസ്താശയാജിത കാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃൽ പത്മകർണിക മധ്യേ സുവർണ പീഠോൽപലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദൂതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം. വീരാസനസ്ഥം വിശാല വിലോചന മൈരാവതി തുല്യപീതാംബരാധരം ഹാരാകിരീടകേയൂരാംഗദാങ്കുലിയോരു രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരു കടക കടീസൂത്ര കൗസ്തുഭ സാരസാമാല്യവനമാലികാധരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദിസ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം
ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞ ഭക്തി സംയുക്തന ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം. രാമരൂപാധിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമിക്ഷണദാചരാനന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസ രാജദുഷ്ടാത്മൻ മതി രൂക്ഷതാഭാവാമിതുകൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ. കാലനേമി വധം എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനാസേവിതമായതും. കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനാസേവിതമായതും. കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനാസേവിതമായതും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ.